പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വിമർശിച്ച് വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. അഹങ്കാരത്തിന്റെ ആൾരൂപമായ വി ഡി സതീശനെ കോൺഗ്രസുകാർ സഹിക്കുകയാണെന്ന് വെള്ളാപ്പള്ളിയുടെ വിമർശനം. NSSും രമേശ് ചെന്നിത്തലയും തമ്മിൽ അണ്ണനും തമ്പിയും ബന്ധമാണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മുഖമായി ചെന്നിത്തലയെ പരിഗണിക്കാമെന്നാണ് താൻ പറഞ്ഞത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഒരിക്കലും NSS നേതൃത്വവും രമേശനും തമ്മിൽ തെറ്റിപ്പോകാൻ പാടില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവർ അണ്ണനും തമ്പിയാണ്. എന്നും അണ്ണനും തമ്പിയുമായിട്ടും അവർ വളരട്ടെ, ഉയരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സതീശൻ ഒരു അഹങ്കാരത്തിന്റെ ആൾരൂപമല്ലേ, പ്രതിപക്ഷ നേതാവല്ലേ, ഞാനാണ് രാജാവും രാജ്യവും എല്ലാം എന്നുള്ള ഭാവത്തിലല്ലേ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. കോൺഗ്രസിൽ എത്രയോ ആളുകൾ സഹിക്കുന്നു. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും കോൺഗ്രസിൽ ഒരു അച്ചടക്കം ഉണ്ടെന്ന് കണക്കാക്കിക്കൊണ്ട് സഹിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള സന്തോഷം ഒരിക്കലും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പച്ചക്കള്ളമാണ്. മാത്രമല്ല, രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ കോൺഗ്രസ് സാധ്യതയുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല കൊള്ളാമെന്ന് പറഞ്ഞതൊന്നുമില്ലാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കോൺഗ്രസ് വരണം നിങ്ങൾ തന്നെ ആലോചിച്ചു. കോൺഗ്രസ് 5 പേര് മുഖ്യമന്ത്രിയാകാൻ നടപ്പുണ്ട്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം എത്തുന്നു. അർജുൻ മട്ടന്നൂർ, ഇന്നലെ റിപ്പോർട്ടറിന് നമ്മുടെ പ്രഭാത വാർത്താ പരിപാടിയിൽ നൽകിയ വിശാലമായ അഭിമുഖം അത് വലിയ രീതിയിൽ ചർച്ചയായി, പ്രതികരണങ്ങൾ വന്നു. അതിനുശേഷം ഇപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു മാറ്റവുമില്ല എന്ന് പറയുകയല്ലേ വെള്ളാപ്പള്ളി നടേശനൊപ്പം വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയും കൊടുക്കുന്നുണ്ടല്ലേ? സുജയ, അങ്ങനെ തന്നെയാണ്. ഇന്നലെ റിപ്പോർട്ടർ ടിവിയുടെ കോഫി വിത്ത് സുജയിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. മാത്രവുമല്ല, രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി പറയുകയും ചെയ്തിരുന്നു. അതേ നിലപാടിൽ വെള്ളാപ്പള്ളി ഉറച്ചു നിൽക്കുകയാണ്. ഇന്നും സമാനമായ പരാമർശങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. NSSും രമേശ് ചെന്നിത്തലയും തമ്മിൽ അണ്ണനും തമ്പിയും തമ്മിലുള്ള ബന്ധമാണ്. ഒരിക്കലും അവർ തമ്മിൽ തെറ്റാൻ പാടില്ല. എന്നാൽ വി ഡി സതീശൻ അഹങ്കാരത്തിന്റെ ആൾരൂപമാണ്. തറപറ സംസാരിക്കുന്ന, ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ. ഞാനാണ് രാജാവ്, രാജ്ഞി, രാജ്യം എന്ന നിലയിലാണ് വി ഡി സതീശൻ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ KPCC അധ്യക്ഷൻ സ്റ്റേജിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ വി ഡി സതീശൻ മൈക്ക് വാങ്ങി അതിൻ്റെ നേരെ എതിരെ സംസാരിക്കുകയും ചെയ്യും. KPCC പ്രസിഡന്റ് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് എന്ന് തനിക്കറിയാം. പ്രായം കൊണ്ടും പക്വത കൊണ്ടും മാത്രമാണ് K. സുധാകരൻ ഇതെല്ലാം ക്ഷമിക്കുന്നത് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്നലെ റിപ്പോർട്ടർ ടിവിയിൽ തന്നെയാണ് SNDP മുൻ പ്രസിഡന്റ് CK വിദ്യാസാഗർ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തെ എതിരെ സംസാരിച്ചത്. ഇതിനും ഇന്ന് വെള്ളാപ്പള്ളി മറുപടി പറഞ്ഞു. സതീശൻ തോൽക്കണമെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല. വിദ്യാസാഗരൻ നന്നാക്കാൻ ഞങ്ങൾ കുറെ ശ്രമിച്ചതാണ്. SNDP യോഗത്തെയും സമുദായത്തെയും നശിപ്പിക്കാനാണ് വിദ്യാസാഗറിന്റെ ശ്രമം. തനിക്കെതിരെയുള്ള കോടാലിയായി പലരും വിദ്യാസാഗറിനെ ഉപയോഗിക്കുകയാണ് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. എന്തായാലും താൻ ഇന്നലെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ, വി ഡി സതീശനെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ പല കോൺഗ്രസ് നേതാക്കളും തന്നെ വിളിച്ച് അഭിനന്ദിച്ചു. മാത്രമല്ല, വി ഡി സതീശൻ സമുദായത്തിനെതിരെയും മറ്റും പറഞ്ഞ കൂടുതൽ വീഡിയോ ക്ലിപ്പുകളും മറ്റും അയച്ചു തരികയും ചെയ്തു. താൻ അതൊക്കെ തന്നെ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞത് സമുദായ നേതാക്കൾക്ക് വിമർശിക്കാൻ അധികാരമുണ്ട്, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തും എന്നതാണ്. ഇത് നല്ല സ്വഭാവത്തിന്റെ ലക്ഷണമാണ്. നന്നാവുന്ന ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. സ്വയം തെറ്റുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നേരത്തെ ആരും ഇല്ലായിരുന്നു. പണി പോകുമെന്ന് പേടിച്ചാണ് പലരും പറയാതിരുന്നത്. തനിക്ക് പേടിയില്ലാത്തത് കൊണ്ട് തന്നെ താനെല്ലാം തുറന്നു പറഞ്ഞു. നന്നാവുകയാണെങ്കിൽ സതീശൻ നന്നാകട്ടെ എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്ന ഒരു കാര്യം കൂടി വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ വി ഡി സതീശൻ മയപ്പെടുത്തുന്നതിൽ പറയുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്ട്രോക്കാണ് വി ഡി സതീശന്.